ലേൺ ഫ്രീക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് HIV-യുടെ ലബോറട്ടറി ഡയഗ്നോസിസ് ആണ്. HIV ഇൻഫെക്ഷൻ്റെ ലബോറട്ടറി ഡയഗ്നോസിസിൽ മെയിനായിട്ടും 4 കാറ്റഗറി ഓഫ് ടെസ്റ്റാണ് വരുന്നത്. അതായത് 4 കാറ്റഗറി ആയിട്ട് നമ്മൾ ആ ടെസ്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് സ്പെസിഫിക് ടെസ്റ്റ്, രണ്ടാമത്തത് സ്ക്രീനിങ് ടെസ്റ്റ്, മൂന്നാമത്തത് സപ്ലിമെൻ്റൽ ടെസ്റ്റ്, ലാസ്റ്റത്ത് നോൺ സ്പെസിഫിക് ടെസ്റ്റ്. ഇതിൽ സ്പെസിഫിക് ടെസ്റ്റിൽ വരുന്നതാണ് ആൻറ്റിജൻ ഡിറ്റക്ഷൻ, വൈറസ് ഐസൊലേഷൻ, ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ന്യൂക്ലിക് ആസിഡ്, ആൻറ്റിബോഡി ഡിറ്റക്ഷൻ. സ്ക്രീനിങ് ടെസ്റ്റിൽ വരുന്നതാണ് എലൈസ, റാപ്പിഡ് ടെസ്റ്റ് ആൻഡ് സിമ്പിൾ ടെസ്റ്റ്. സപ്ലിമെൻ്റൽ ടെസ്റ്റിൽ വരുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ട്, ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസൻസ്, റേഡിയോ ഇമ്മ്യൂണോ പ്രസിപ്പിറ്റേഷൻ അസേ. നോൺ സ്പെസിഫിക് ടെസ്റ്റിൽ വരുന്നതാണ് ടോട്ടൽ ആൻഡ് ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട്, T lymphocyte subset assays, platelet count, IgG and IgA levels. ലാസ്റ്റത്തത് സ്കിൻ ടെസ്റ്റ് ഫോർ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. ഫസ്റ്റത്തെ കാറ്റഗറിയാണ് സ്പെസിഫിക് ടെസ്റ്റ്. അതിലെ ഫസ്റ്റത്തെ ടെസ്റ്റാണ് ആൻറ്റിജൻ ഡിറ്റക്ഷൻ. കഴിഞ്ഞ ക്ലാസ്സിൽ HIV ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്ന എയർലിയസ്റ്റ് വൈറൽ മാർക്കർ അതാണ് P24 ആൻറ്റിജൻ. അപ്പോൾ ഒരു സിംഗിൾ ഇൻഫെക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കും വൈറൽ ആൻറ്റിജൻ ആയിട്ടുള്ള P24 ആൻറ്റിജനും എൻസൈമായിട്ടുള്ള റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് RT അതും ഏകദേശം ഒരു 2 വീക്സ് ആകുമ്പോഴത്തേക്കും നമുക്ക് ബ്ലഡിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. IgM ആൻറ്റിബോഡീസ് അപ്പിയർ ചെയ്യുന്നത് ഏകദേശം ഒരു 4 to 6 വീക്സ് ആകുമ്പോഴത്തേക്കും ആയിരിക്കും. അതിനുശേഷമാണ് IgG ആൻറ്റിബോഡീസ് അപ്പിയർ ചെയ്യുന്നത്. IgG ആൻറ്റിബോഡീസ് എന്ത് ചെയ്യും? പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യും. P24 ആൻറ്റിജന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്, അത് എലൈസയാണ്, P24 ആൻറ്റിജൻ ക്യാപ്ചർ അസേ. ഇതിൽ ആൻറ്റി P24 ആൻറ്റിബോഡീസ് ആണ് സോളിഡ് ഫേസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ഈ P24 ആൻറ്റിജനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അടുത്ത മെത്തേഡാണ് വൈറസ് ഐസൊലേഷൻ. ഇപ്പം നമ്മൾ ഡയഗ്നോസിസിനായിട്ട് റുട്ടീനായിട്ട് ഇങ്ങനെ വൈറസിനെ ഐസൊലേറ്റ് ചെയ്യില്ല. ഒരു പ്രാവശ്യം ഒരു പേഴ്സണ് HIV ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ പേഴ്സൺ ലൈഫ് ലോങ് ഇൻഫെക്റ്റഡ് ആയിട്ട് തന്നെ തുടരും. അങ്ങനെയുള്ള ഒരു HIV പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സിലൊക്കെ തന്നെ നമുക്ക് വൈറസിൻ്റെ പ്രസൻസ് കാണാൻ പറ്റും. കൂടുതലായിട്ടും പറ്റുന്നതെന്ന് പറയുന്നത് CD4 ലിംഫോസൈറ്റ്സിലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് CD4 ലിംഫോസൈറ്റ്സ്, പെരിഫറൽ ബ്ലഡിൽ നിന്ന് CD4 ലിംഫോസൈറ്റ്സ് എന്നും അതുപോലെ തന്നെ ബോൺ മാരോ, സിറം ഇതിന്നൊക്കെ തന്നെ HIV വൈറസിനെ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റും. വൈറസ് ഐസൊലേഷനിൽ മെയിനായിട്ടും ചെയ്യുന്നതെന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ലിംഫോസൈറ്റിനെ അൺഇൻഫെക്റ്റഡ് ഹ്യൂമൻ ലിംഫോസൈറ്റുമായിട്ട് എന്ത് ചെയ്യും? കൾട്ടിവേറ്റ് ചെയ്യും ഇൻ്റർലൂക്കിൻ 2ൻ്റെ പ്രസൻസിൽ. അപ്പോൾ വൈറൽ റെപ്ലിക്കേഷനെ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിൻ്റെ ആക്ടിവിറ്റി ഡിമോൺസ്ട്രേറ്റ് ചെയ്തിട്ടും അതുപോലെ തന്നെ വൈറൽ P24 ആൻറ്റിജൻ്റെ പ്രസൻസ് കൾച്ചർ ഫ്ലൂയിഡിലുണ്ടോ ഇല്ലയോ നോക്കിയിട്ടാണ് റെപ്ലിക്കേഷനെ ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഏർലി കേസിലാണെന്നുണ്ടെങ്കിൽ, അതായത് ഏർലി ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ വൈറസിൻ്റെ ടൈറ്റർ എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും, അതും ആൻറ്റിബോഡീസ് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ്. അടുത്തതാണ് ഡിറ്റക്ഷൻ ഓഫ് വൈറൽ ന്യൂക്ലിക് ആസിഡ്. വൈറൽ ന്യൂക്ലിക് ആസിഡിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നത് PCR വെച്ചിട്ടാണ്, പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിട്ടുള്ളത് വിൻഡോ പീരീഡ് ടൈമിലുള്ള ഡയഗ്നോസിസിനാണ്. 2 ടൈപ്സ് ഓഫ് PCR ആണ് ഇവിടെ ചെയ്യുന്നത്, DNA PCR-ഉം RNA PCR-ഉം. ഇതിൽ ഹൈലി സ്പെസിഫിക് ആൻഡ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് DNA PCR ആണ്. RNA PCR-ഉം അതുപോലെ തന്നെ എഫിഷ്യൻ്റ് ആണ്. ഇത് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് ഡയഗ്നോസിസിനും അതുപോലെ തന്നെ വൈറമിയുടെ ലെവൽ മോണിറ്റർ ചെയ്യുന്നതിനുമാണ്. നെക്സ്റ്റ് ആൻറ്റിബോഡി ഡിറ്റക്ഷൻ. ആൻറ്റിബോഡി ഡിറ്റക്ഷനാണ് സിമ്പിളായിട്ടുള്ളതും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതായിട്ടൊരു ടെക്നിക്. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് സെവറൽ വീക്സ് ടു മന്ത് അത്രയും ടൈം എടുക്കും ആൻറ്റിബോഡീസ് അപ്പിയർ ചെയ്യാനായിട്ട്. ഫസ്റ്റ് അപ്പിയർ ചെയ്യുന്നത് IgM ആൻറ്റിബോഡീസ് ആണ്. ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞ് ഒരു 3 to 4 വീക്സ് കഴിയുമ്പോഴത്തേക്കും ആയിരിക്കും IgM ആൻറ്റിബോഡീസ് അപ്പിയർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് IgG ആൻറ്റിബോഡീസ് അപ്പിയർ ചെയ്യുള്ളൂ. പക്ഷേ ഒരു 8 to 10 വീക്സ് കഴിയുമ്പോഴത്തേക്കും ഈ IgM ആൻറ്റിബോഡീസ് ഡിസപ്പിയർ ആവുകയും IgG ആൻറ്റിബോഡീസ് ആയിരിക്കും ത്രൂ ഔട്ട് പെർസിസ്റ്റ് ചെയ്യുന്നത്. അടുത്ത കാറ്റഗറി ഓഫ് ടെസ്റ്റാണ് സ്ക്രീനിങ് ടെസ്റ്റ്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് എലൈസ, എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോ സോർബൻ അസേ. എലൈസയിൽ ഡയറക്റ്റ് സോളിഡ് ഫേസ് എലൈസയാണ് മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്. ഇതിൽ നമ്മൾ മൈക്രോടൈറ്റർ പ്ലേറ്റിലാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. അതിൽ വെൽസിൽ ആൻറ്റിജൻ എന്ത് ചെയ്യും? അതിൻ്റെ സർഫസിൽ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഈ ആൻറ്റിജൻ പ്രിപ്പയർ ചെയ്യുന്നത്
കണ്ടിന്യൂസ് ടി ലിംഫോസൈറ്റ് സെൽ ലൈനിൽ ഗ്രോ ചെയ്യിക്കുന്ന HIV-എന്നോ അതല്ലാന്നുണ്ടെങ്കിൽ റീകോമിനന്റ് ടെക്നിക്ക് വഴി ഡെവലപ്പ് ചെയ്തോ ആവാം. ഈ വെല്ലിലേക്ക് ഓൾറെഡി നമ്മൾ ആൻറ്റിജൻ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വെല്ലിലേക്ക് പേഷ്യൻ്റ് സിറം അല്ലെങ്കിൽ ടെസ്റ്റ് സിറം ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ സിറത്തിൽ ആൻറ്റിബോഡി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെല്ലിൽ കോട്ട് ചെയ്തിട്ടുള്ള ആൻറ്റിജനുമായിട്ട് ബൈൻഡ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാഷിംഗ് ആണ്. അപ്പോൾ വാഷ് ചെയ്യുമ്പോഴത്തേക്കും അൺബൗണ്ട് ആയിട്ടുള്ള സിറമൊക്കെ വാഷ് ചെയ്ത് പോവുകയും ചെയ്യും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ എൻസൈം ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതിനെ ഫോളോ ചെയ്തിട്ട് സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കും, കളർ ഫോമിംഗ് ആയിട്ടുള്ള സബ്സ്ട്രേറ്റ്. ടെസ്റ്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഫോട്ടോമെട്രിക്കലി ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ഒരു കളർ ഫോം ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എലൈസ റീഡർ വെച്ചിട്ടാണ്. അപ്പോൾ എലൈസ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹൈലി സെൻസിറ്റീവ് ആണ്, അതുപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അടുത്തതാണ് റാപ്പിഡ് ടെസ്റ്റ്. റാപ്പിഡ് ടെസ്റ്റിലെ റിസൾട്ട് 30 മിനിറ്റ്സിൽ കൂടില്ല. അതിന് മുമ്പ് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു ടെസ്റ്റ് ചെയ്യാനായിട്ട്. റാപ്പിഡ് ടെസ്റ്റിൽ മെയിനായിട്ട് വരുന്നതെന്ന് പറയുന്നത് ഡോട്ട് പ്ലോട്ട് എസ്സേ, ലാറ്ററൽ ഫ്ലോ എസ്സേ, പാർട്ടിക്കിൾ എഗ്ലൂട്ടിനേഷൻ, HIV സ്പോട്ട് ആൻഡ് കോം ടെസ്റ്റ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സിമ്പിൾ ടെസ്റ്റ്. ഇതിനും പ്രത്യേകിച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. റിസൾട്ട് ഏകദേശം ഒരു 1 to 2 hours കിട്ടുകയും ചെയ്യും. അടുത്ത കാറ്റഗറിയാണ് സപ്ലിമെൻ്റൽ ടെസ്റ്റ്. അതിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന HIV കൺഫേം ചെയ്യാനുള്ള ടെസ്റ്റാണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്. ഈ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് HIV പ്രോട്ടീനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത് പോളി എക്രിലമൈഡ് ജെൽ ഇലക്ട്രോഫോർസിസ് വെച്ചിട്ടാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ സെപ്പറേറ്റ് ചെയ്ത പ്രോട്ടീനെ നൈട്രോസെല്ലുലോസ് പേപ്പർ സ്ട്രിപ്പിലേക്ക് ബ്ലോട്ട് ചെയ്യും. അതിനുശേഷം ഈ സ്ട്രിപ്പിനെ പേഷ്യൻ്റ് സിറമായിട്ട് റിയാക്ട് ചെയ്യിക്കും. സിറത്തിൽ ആൻറ്റിബോഡീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻസുമായിട്ട് കമ്പൈൻ ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ സ്ട്രിപ്സിനെ വാഷ് ചെയ്യും. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എൻസൈം കോൺജുഗേറ്റഡ് ആൻറ്റി ഹ്യൂമൻ ഗ്ലോബുലിനുമായിട്ട് അതിനെ റിയാക്ട് ചെയ്യിക്കും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്യൂട്ടബിൾ സബ്സ്ട്രേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്യും? കളർ ബാൻഡ് ഫോം ചെയ്യും. അപ്പോൾ ഈ കളർ ബാൻഡ് സ്ട്രിപ്പിൽ ഫോം ചെയ്തു. ആ ഫോം ചെയ്ത പൊസിഷൻ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഏത് ആൻറ്റിജൻ ഫ്രാഗ്മെൻറ്റുമായിട്ടാണ് ഈ ആൻറ്റിബോഡീസ് റിയാക്ട് ചെയ്തതെന്നാണ്. ഇപ്പോൾ ഒരു പോസിറ്റീവ് സാമ്പിളിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ പ്രോട്ടീൻസിൽ നമുക്ക് ബാൻഡ് കാണാൻ പറ്റും. മെയിനായിട്ട് നമ്മൾ സ്ട്രക്ചറൽ പ്രോട്ടീനെയാണ് എന്ത് ചെയ്യുക? ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതായത് P24 ഗാഗ് ജീൻ കോർ പ്രോട്ടീൻ, P31 പോൾ ജീൻ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റീസ്, പിന്നെ ഉള്ളത് GP41 അല്ലെങ്കിൽ GP120, അതല്ലാന്നുണ്ടെങ്കിൽ GP160. അതിനെയാണ് നമ്മൾ എൻ ജീൻ അല്ലെങ്കിൽ എൻവെലപ്പ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറൽ പ്രോട്ടീൻസിനെയാണ് നമ്മൾ കോമൺ ആയിട്ട് വെസ്റ്റേൺ ബ്ലോട്ട് വഴി ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും നമുക്ക് പോസിറ്റീവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് കൺക്ലൂസീവ് എവിഡൻസ് ഓഫ് HIV ഇൻഫെക്ഷൻ ആണ്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നതാണ് വെസ്റ്റേൺ ബ്ലോട്ട്. നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നെഗറ്റീവ് കൺട്രോൾ, പിന്നെ ഉള്ളത് പോസിറ്റീവ് കൺട്രോൾ. അത് കാണിച്ചിരിക്കുന്നതാണ് കളേർഡ് ബാൻഡ്സ്. മെയിനായിട്ട് നമ്മൾ ഈ ഒരു ടെസ്റ്റ് വഴി ഡിറ്റക്ട് ചെയ്യുന്നത് സ്ട്രക്ചറൽ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഗാഗ്, എൻ, പോൾ, ഇത് മൂന്നുമാണ്. അപ്പോൾ ഇത് മൂന്നും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ആ ആൾക്ക് HIV ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ്. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ഇമ്മ്യൂണോ ഫ്ലൂറസെൻസ് ടെസ്റ്റ്. ഈ ടെസ്റ്റിൽ HIV ഇൻഫെക്റ്റഡ് സെൽസിനെ ഗ്ലാസ് ലൈറ്റിൽ ഫസ്റ്റ് എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യും. അതിനുശേഷം ടെസ്റ്റ് സിറമായിട്ട് ട്രീറ്റ് ചെയ്യിക്കും. അതിനെ ഫോളോ ചെയ്തിട്ട് ഫ്ലൂറസൻ കോൺജുഗേറ്റഡ് ആൻറ്റി ഹ്യൂമൻ ഗാമ ഗ്ലോബുലിൻ ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ പോസിറ്റീവ് കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലൂറസൻ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോഴത്തേക്കും ആപ്പിൾ ഗ്രീൻ ഫ്ലൂറസൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അടുത്ത കാറ്റഗറിയാണ് നോൺ സ്പെസിഫിക് ടെസ്റ്റ്. ഇതിൽ വരുന്ന ഫസ്റ്റത്തതാണ് ടോട്ടൽ ആൻഡ് ഡിഫറൻഷ്യൽ ല്യൂക്കോസൈറ്റ് കൗണ്ട്. HIV കേസിലാണെന്നുണ്ടെങ്കിൽ ല്യൂക്കോപീനിയ ഉണ്ടാവും. അതോടൊപ്പം തന്നെ ലിംഫോസൈറ്റ് കൗണ്ട് എന്ന് പറയുന്നത് 400/mm³ കുറവായിരിക്കും. രണ്ടാമത്തതാണ് T ലിംഫോസൈറ്റ് സബ്സെറ്റ് അസേസ്. നോർമലി ഉള്ള CD4:CD8 T സെൽ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആണ്. ഇതെന്ന് പറയുന്നത് നേരെ റിവേഴ്സ് ആവും. അതായത് 0.5:1 ആവും HIV കേസിൽ. അതുപോലെ തന്നെ CD4 ലിംഫോസൈറ്റിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത് 200/mm³ കുറവുമായിരിക്കും. അതോടൊപ്പം ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ത്രോംബോസൈറ്റോപീനിയ. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് IgG ആൻഡ് IgA റേസ്ഡ് ആവുകയും ചെയ്യും. HIV-ക്കെതിരായിട്ട് ഇതുവരെ വാക്സിൻസ് ഒന്നും തന്നെ കണ്ടുപിടിച്ചിട്ടില്ല.
അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് HIV വൈറസിൻ്റെ ഹൈ റേറ്റ് ഓഫ് മ്യൂട്ടേഷൻ ആണ്. അത് കാരണമാണ് വാക്സിൻ ഡെവലപ്മെൻറ്റിൽ ഇത്രയും ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അടുത്തത് പ്രൊഫൈലാക്സിസ്. പ്രൊഫൈലാക്സിസിൽ മെയിനായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പിയാണ്, അതായത് ART. ഇതിൽ ചെയ്യുന്നതെന്ന് പറയുന്നത് ആൻറ്റി റിട്രോവൈറൽ ഡ്രഗ്സ് വെച്ചിട്ടുള്ള സ്പെസിഫിക് ട്രീറ്റ്മെൻ്റ് ആണ്. അതാണ് മെയിനായിട്ട് നമുക്ക് HIV ഇൻഫെക്ഷനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഹാർട്ട് എന്ന് പറയും, അതായത് ഹൈലി ആക്റ്റീവ് ആൻറ്റി റിട്രോവൈറൽ തെറാപ്പി. ഈ ഒരു തെറാപ്പി വെച്ചിട്ടാണ് നമുക്ക് HIV റെപ്ലിക്കേഷനെ എഫക്റ്റീവായിട്ട് ഇൻഹിബിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാത്ത ഡെവലപ്പിംഗ് കൺട്രീസിൽ യൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് അതിൻ്റെ അഡ്വേഴ്സ് റിയാക്ഷൻസ് കൊണ്ടും അതുപോലെ തന്നെ ഹൈ കോസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഡെവലപ്പിംഗ് കൺട്രീസിൽ ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ള യൂസ് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ്. പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസിൽ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ART സ്പെഷ്യലിസ്റ്റിനെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം എക്സ്പോഷർ ടൈപ്പിനെ പറ്റിയും HIV സ്റ്റാറ്റസ് ഓഫ് സോഴ്സിനെ പറ്റി ഡിസൈഡ് ചെയ്തിട്ട് വേണം PEP റെജിമൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. PEP റെജിമൻ എന്ന് പറയുന്നത് പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് റെജിമൻ. 2 റെജിമനാണ് മെയിനായിട്ടും ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ബേസിക് റെജിമനും പിന്നെ ഉള്ളത് എക്സ്പാൻഡഡ് റെജിമനും. ബേസിക്കിൽ വരുന്നത് 2 ഡ്രഗ് കോമ്പിനേഷനും എക്സ്പാൻഡഡിൽ വരുന്നത് 3 ഡ്രഗ് കോമ്പിനേഷനുമാണ്. ഇതിൽ ബേസിക്കിൽ 2 ഡ്രഗ് കോമ്പിനേഷൻ ആണല്ലോ, അപ്പോൾ അവിടെ യൂസ് ചെയ്യുന്നത് ബേസിക് ഡോസ് ആണ്. സിഡോബ്യൂഡിൻ 300 മില്ലിഗ്രാമും ലാമിബ്യൂഡിൻ 150 മില്ലിഗ്രാമുമാണ്. അപ്പോൾ എപ്പോഴും പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസ് ഏർലിയസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, അതായത് വിത്തിൻ 72 hours. അതുപോലെ തന്നെ ഒരു 4 weeks അത് കണ്ടിന്യൂ ചെയ്യുകയും വേണം. HIV ടെസ്റ്റും ചെയ്യണം, ബേസ് ലൈനിൽ ചെയ്യണം, 6 weeks ചെയ്യണം, 3 months ചെയ്യണം, അതുപോലെ തന്നെ 6 months ചെയ്യണം. 6 months ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ഫർദർ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയാണ് HIV ലബോറട്ടറി ഡയഗ്നോസിസും പിന്നെ അതിൻ്റെ പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിസും.